ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ തേന ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നേക്കാണ്. അപ്പോൾ തേന ഉച്ചയ്ക്ക് പാപ്പൊക്കെ കഴിച്ച് ഉറക്കൊക്കെ ഉറങ്ങി, നല്ല കുട്ടിയായിട്ട് ഉറങ്ങി. എന്തൊരു പാവമായിട്ട് കിടന്ന് ഉറങ്ങണല്ലേ. അവന് അരമണിക്കൂർ ആ പാവം ഉണ്ടായിരുന്നുള്ളത്. കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റ് നല്ല കുട്ടിയായിട്ടൊക്കെ എണീറ്റു. പക്ഷേ ചെറിയൊരു ഇടച്ചിലൊക്കെ ഉണ്ടായിരുന്നു, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഞാൻ വേഗം ഉച്ചതിരിഞ്ഞ് വേഗം പാപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം വേവിക്കാൻ വേണ്ടി വെച്ചു. അവന് പഴം മാത്രമല്ല കേട്ടോ കൊടുക്കുക, അവന് നമ്മൾ റാഗിപ്പൊടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ റാഗിപ്പൊടി കൊടുക്കും, അല്ലാത്ത നേരത്തൊക്കെ നേന്ത്രപ്പഴം കൊടുക്കും, ചോറ് കൊടുക്കും, മത്തങ്ങ അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കൊടുക്കും. അങ്ങനെ എല്ലാം കൊടുക്കും, എല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും. വിശക്കുകയാണെങ്കിൽ അവൻ എന്തും മടിയില്ലാണ്ട് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വേഗം കുക്കറിൽ വെച്ച് വെള്ളം വെച്ച്, പിന്നെ ചായക്കുള്ളത് വെള്ളം വെച്ച് അതിലേക്കുള്ളതൊക്കെ ഇട്ട് വേഗം ചായയാക്കി. ഒരു കപ്പ് ചായയും കൈ പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ അമ്മാമ്മയും മോനും കൂടിയിട്ട് അവിടെ ഭയങ്കര കളിയിലാണ്. പുറത്ത് മഴയായ കാരണേ, നല്ല മഴ രാവിലെ തൊട്ട്. പുറത്ത് മഴയായ കാരണം അവന് പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് അവൻ. പിന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും ചെറിയൊരു പേടിയാണ്. കിരാലൂർ ആ സൈഡൊക്കെ ആയിട്ട് ആരൊക്കെ പുലീനെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ ഒന്നും നമുക്കറിയില്ല. ചിലർ പറയുന്നുണ്ട് പുലിയാന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് മറ്റേ എന്താ പറയുക കണ്ടംപൂച്ച, എന്തൊക്കെയോ പൂച്ചയെന്നാക്കി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഏതാണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇവൻ നല്ല കളിയിലാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത കാരണേ നമ്മൾ പരമാവധി ഉള്ളിൽ ഓരോന്ന് കാണിച്ചിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആശാന് പുറത്തിറങ്ങാനായിട്ടാണ് കുറേ 8-18 പണിയൊക്കെ നോക്കി, പക്ഷേ അത് നടന്നില്ല. അതൊക്കെ കഴിഞ്ഞ് തലേമ കടിച്ച് കുറേ കഷ്ടം തോറ്റു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയിലാണ്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആര് ടാറ്റ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചാലും അവരെ കൂടെ വേഗം അങ്ങോട്ട് ഓടിപ്പൊക്കോളും, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അമ്മേനെ കാണണം അപ്പുറത്ത്. ടാറ്റ പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളും. ഇപ്പോൾ തേന അമ്മാമ്മ കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പല്ലും കാട്ടി ചിരിച്ച് വേഗം കൈ കാണിക്കേണ്ട ആവശ്യമുള്ളൂ, അവൻ ചിരിച്ച് വേഗം പൊക്കോളും. അതിപ്പോൾ ആരായാലും അവരുടെ കൂടെ പൊക്കോളും. അത് നല്ലൊരു കാര്യമാണ്, പക്ഷേ പൊട്ടൊരു കാര്യമാണ്. അങ്ങനെ വേഗം അമ്മാമ്മേരെ കൂടെ കടയിലേക്കൊക്കെ പോയി. ടാറ്റ തരാനായിട്ടില്ല. അപ്പോൾ ഒരു ചിരിയും പാസ്സാക്കിയിട്ട് വേഗം പോയി. അപ്പോഴത്തേന് ഞാൻ പോയിട്ട് കുക്കറിൽ എന്തായി എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയിണ്ടായി. പഴമായോ എന്നൊക്കെ നോക്കി, വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ചൂലെടുത്തിട്ട് ഉച്ചതിരിഞ്ഞ് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നേരത്തെ വാശിയായപ്പോൾ അമ്മ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അമ്മ പോയി. അപ്പോൾ ഞാൻ വേഗം അവനെ എടുത്തിട്ട് വേഗം അടിച്ചു വാരി തീർക്കലൊക്കെ കഴിഞ്ഞ് വെള്ളം ചൂടാക്കി കുളിപ്പിക്കുക എന്നുള്ള നിലയിലായിട്ട് വേഗം അവനെന്ന് ഉച്ചതിരിഞ്ഞ് പാപ്പ് കഴിച്ചപ്പോൾ തൊട്ട് തന്നെ വേഗം ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഉറക്കി കഴിഞ്ഞ് പിന്നെ രാത്രി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വേഗം കുളിപ്പിച്ചതിന് ശേഷം ഓരോന്നോരോന്ന് വേഗം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഉറക്കണില്ല, എന്തായാലും കളിപ്പിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി. ഇപ്പോൾ സ്വെറ്ററാണ് ഇട്ട് കൊടുക്കുന്നത്, രാത്രി നല്ല തണവല്ലേ. അപ്പോൾ സ്വെറ്ററാണ് ആ നേരത്തെ ഇടിയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയും. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞാൽ കൈ കൊടുക്കാൻ അതിൻ്റെ സ്വെറ്ററിൻ്റെ പാൻറ്റ് ഇപ്പോൾ ഇട്ട് കൊടുക്കില്ല, കാരണം അല്ലെങ്കിൽ അതിന് മൂത്രം വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ സ്നാക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേഗം ഇട്ട് കൊടുക്കാമല്ലോ. ഈ കാണുന്നതേ നമ്മൾ ചില ചേച്ചിമാർ പറയില്ലേ, സ്വന്തം വീട്ടിലെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പ്രശ്നം കണ്ട് സന്തോഷിക്കുക എന്നുള്ളത്. ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ആഹ്ലാദിച്ച് നോക്കിയിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഈ ചേച്ചി തല്ലുകൂടുന്നതാണോ അതോ കാര്യമായിട്ടാണാവോ, അങ്ങനത്തെ ഒരു നിലയിലാണാവോ ഇരിക്കുന്നത്. അങ്ങനെ വേഗം പാപ്പ് കൊടുത്ത് കുറച്ച് പാപ്പ് ഞാൻ ആദ്യം കൊടുത്തു കേട്ടോ പഴം. പിന്നെ ബാക്കിയുള്ളത് വേഗം എടുത്ത് കൊടുത്ത് വേഗം നല്ല കുട്ടിയായിട്ട് കഴിക്കണമൊക്കെ ഉണ്ട്. വിശക്കണമൊക്കെ ഉള്ള കാരണം വേഗം കഴിച്ചോളും, പഴം ഇഷ്ടമാണ്. അങ്ങനെ വേഗം പഴമൊക്കെ എടുത്ത് തിന്ന് കൊടുക്കേണ്ടത് വേഗം കഴിച്ച് ഇരുന്നും നടന്നും നിന്നൊക്കെ വേഗം കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മുഖം കഴുകി നല്ല കുട്ടിയാക്കി കുറച്ച് നേരം അവൻ എത്ര കളിപ്പാട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിലത്തെ കയ്യിൽ പാട്ട കുപ്പി ഇതൊക്കെയാണ് അവന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഉറക്കം വരുന്നുണ്ടായിട്ടതിൽ കണ്ണൊക്കെ മീഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് വേഗം ഞാൻ പോയിട്ട് കുളിച്ച് വേഗം ഡ്രസ്സ് മാറി വന്ന് ഓരോന്നോരോന്ന് തീർത്ത് കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിച്ച് വേഗം എടുക്കാമല്ലോ. അങ്ങനെ വേഗം പ്രാർത്ഥന എത്തിക്കായിരുന്നു. അപ്പോൾ അവൻ പ്രാർത്ഥന എത്തിക്കായിരിക്കുന്നിടത്തുനിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ബുക്ക് എടുക്കണം, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലത്തെ കൊന്ത എടുക്കണം, അങ്ങനെയാണ് അവ ഇരിക്കുന്നത്. 5 മിനിറ്റ് ഇരുന്നിട്ടുള്ള സ്വഭാവം ഇല്ല ഓൾറെഡി. അപ്പോൾ ഞാൻ ഓരോന്നും കാട്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഒരു ഒതുക്കി ഇരുത്താനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആശാൻ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല, അങ്ങോട്ട് തട്ടി. അങ്ങനെ കൊന്തരയുടെ ഇടയിലത്തെ ഇതൊക്കെയായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഈ വ്ളോഗ് വരാൻ പോകുന്നത് നാളെ ആയിരിക്കും, കാരണം ഇന്ന് രാത്രിയിൽ എല്ലാ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നാളെ ആയിരിക്കും വരിക. അപ്പോൾ നാളെ രാവിലെ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.